റിലേറ്റഡ് ടു ദാറ്റ് എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ ഒന്നും പറയാനില്ല. ബിക്കോസ് ഷീ ഡിഡ് എ മിസ്റ്റേക്ക്, അതുകൊണ്ടൊന്നും പറയാനില്ല. അപ്പൊ അത് റിയലൈസ് ചെയ്യുന്ന ചെയ്യാത്തതോ അത് ഓളെ കയ്യിലേക്ക് പോയിരിക്കും. അതൊന്നും ചെയ്യാനില്ല. ഞാൻ പറയുന്നത് അത് പിന്നെ അതിനെ ചൊല്ലിയിട്ട് പിന്നെ തെറ്റിയിരിക്കുക, മിണ്ടാണ്ടിരിക്കുക, കണ്ടാ മൈൻഡില്ലാണ്ടിരിക്കുക, അങ്ങനെ ചെയ്യുന്നത് ഒരു ഞാനിപ്പോ പോയി കൊടുക്കണോ? കുറച്ച് ടൈമുണ്ട് ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ. അതിലേക്ക് തോക്കിൽ കയറി വെടിവെക്കല. ഒന്ന് തീർക്കാൻ ഒന്ന് പറ. ഞാൻ തീർക്കട്ടെ. കംപ്ലീറ്റ് മൈ ഒപ്പീനിയൻ. എന്താ പറയാ, ഈ ഒരു ഇങ്ങനത്തെ ബിഹേവിയർ കാട്ടുന്നത് എനിക്ക് ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. ബേബി പറഞ്ഞു തീർക്കും. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് വന്നതിനോട് പറയണ്ട. ശരി, എന്താ പറഞ്ഞത്? മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. ബേബി എന്തിനാ കേൾക്കുന്നത്? കേൾക്കണം. കൊടുത്ത പോലെ എന്താ പറഞ്ഞത്? പറഞ്ഞു തീർക്കും. എനിക്ക് ടൈം എടുത്ത് ഞാൻ എപ്പോഴാന്ന് പറ്റുന്ന കുഴപ്പമില്ല. പക്ഷെ എന്തോ ദേഷ്യത്തിൽ പോലെ മുഖം വെക്കുക, ഇപ്പൊ ശാരീരികം നിൽക്കുന്നില്ല. അതുപോലെ ഒന്നും നിൽക്കേണ്ട കാര്യമല്ല. മനസ്സിലായോ? ആഫ്റ്റർ ഓൾ ദിസ് ഈസ് എ ഗെയിം. നമ്മൾ പേഴ്സണലി എടുക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണെന്ന്. എനിക്ക് തോന്നില്ല. പക്ഷെ ശാരീരികനോടൊക്കെ വീട് നല്ലോണം നിൽക്കുന്നുണ്ട്. അതല്ല, എനിക്കത് ബിഹേവിയർ അവരെന്നെ ചൊറിയാൻ പറ്റുന്ന മോള് കാണുന്നില്ലേ? ഒരെന്തിനും ഇപ്പൊ എന്റെ ടൈം അത്ര നല്ല ടൈം അല്ല. എനിക്ക് കുറച്ച് പൊട്ടി നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പൊ. കുറേ നാൾ നമ്മൾ എത്രത്തോളം പിടിച്ച് നിൽക്കുന്നോ അതിങ്ങനെ പൊട്ടി പൊട്ടി നമ്മളറിയാതെ വരും. ഞാനൊന്ന് കേട്ടപ്പോ തന്നെ ഞാൻ കൊടുക്കണം ഞാനല്ലേ. വന്നു എനിക്ക് ഒരാളോട് ഫേക്കായിട്ട് മിണ്ടാനും ഫേക്കായിട്ട് മിണ്ടാനും ഒരു ബുദ്ധിമുട്ടാണ്. പുള്ളിക്കാരിയുടെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്താ സെൻസ് ക്രിഞ്ച് എന്തോ ഭയങ്കര ഡ്രാമാറ്റിക് ആവും. പക്ഷെ പുള്ളിക്കാരുടെ പറയട്ടെ, അവര് എല്ലാത്തിനും ഒരു കച്ചറുണ്ടാക്കുന്നത് ഒരു സമാധാനമുണ്ട്. ഇത് ഇവരായിട്ട് എരുതിയിൽക്കാൻ വരുമല്ലേ, എരുതിയിൽ എന്നോ ഒഴിച്ചിട്ടേ എനിക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പറ്റുള്ളൂ. അതാണ് അവരോടുള്ള പ്രശ്നം. പുള്ളിക്കാരിയോട് നിൽക്കുന്ന ഗെയിം നല്ല രസമുണ്ട്. ആക്ച്വലി അത് അപ്പൊ കൊടുക്കുന്നത് ഒരു തമാശയാണ്. ഞാൻ ഉള്ളിൽ വെച്ചിട്ട് പറയണല്ല, ഞാൻ എപ്പോ കിട്ടുന്ന അപ്പൊ അങ്ങോട്ട് പറയാത്തുള്ളൂ. എനിക്കറിയാം. പക്ഷെ എനിക്ക് അങ്ങനെ തിരിച്ചു വെച്ച് മിണ്ടാൻ അല്ലാത്തപ്പോ ചേച്ചി അത് അങ്ങനെ ഇല്ലല്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ സീരിയസ് ഫോൺ തരുമോ എന്ന് ചോദിച്ചാൽ അത് എനിക്കങ്ങനെ വെച്ചിട്ടല്ല. അപ്പൊ ആ ഒരു സമയത്ത് ഓരോന്നല്ലേ ഞാൻ അപ്പൊ തന്നെ കൗണ്ടർ അടിച്ച് വിടുന്നുള്ളൂ. അല്ലാതെ അപ്പൊ എനിക്കെന്തൊന്നുള്ളൂ, എനിക്കൊന്നും ചടിക്കുന്നത് അത്രയുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള ബോധവും ഇല്ല, നാട്ടിന് ലൈസൻസും ഇല്ല. എന്തൊക്കെ ഡിസൈനിന്റെ കൂടെ വയ്യേക്ക് നടന്ന് മസാജും ചെയ്ത് നടക്കാനോ പറയുള്ളൂ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയതല്ലേ പണ്ട് കാര്യം പ്രായം പക്വത കാണിക്കണം. അപ്പൊ അതാണ് ഞാൻ ബേബിനോട് പറയുന്നത്. കഴിഞ്ഞാൽ പിന്നെ ഓളെ തൂങ്ങി വരികയാണെങ്കിലും എനിക്ക് നല്ലോണം പറയാം. മനസ്സിലായോ? ഞാന് മോളേന്ന് വിളിച്ചുള്ള മൂത്തോട്ടി പ്രശ്നത്തിൽ ഞാനൊന്ന് കാണാൻ നോക്കിയത് ചെറുതാണ്. എനിക്ക് ആ ബോധമുണ്ട്. അപ്പൊ എന്നെ തൊടണ്ട. പിന്നെയാണ് എന്റെ രീതി ഒന്നും കൂടെ ഞാൻ മാറ്റിയത്. എനിക്കറിയാം, എനിക്ക് രണ്ടിന്റെ ഇന്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഈ എക്സ്ട്രീം അല്ലെങ്കിൽ ആ എക്സ്ട്രീമിലേ പറ്റുന്നുള്ളൂ. അവിടെ എന്നെ കൊണ്ട് പിടിപ്പിച്ചതാണ് എന്റെ മറ്റേ എക്സ്ട്രീം. നമ്മൾ ചോദിച്ചു വാങ്ങിയാണ് നമുക്ക് കിട്ടുകയും ചെയ്ത് അവിടെ ഇരിപ്പട്ടി. എനിക്ക് മനസ്സിലായ ഞാൻ മൂത്തോട്ട് മോളെ ഇതാണ് ഞാൻ അത്ര എന്റെ ടെമ്പർ തെറ്റിട്ട് ഞാൻ ഒന്ന് തിരിച്ചിട്ട് ഞാനവിടെ മൂത്തോടണ്ട സംസാരിക്കാൻ. എന്താ പറഞ്ഞത്? ഞാൻ പെടുമ്പോ ഞാൻ കണ്ടാട്ടില്ല. പടിഞ്ഞ് അല്ലല്ല എനിക്ക് ഓക്കെ ആണല്ലോ. എനിക്ക് ഓക്കെ ആണോ? ഓക്കെ നെവിൻ എന്താ പറയുന്നത്? അടുത്ത് പോലെ എത്തിയിട്ട് ഞാൻ വന്നോളൂ വാങ്ങും എന്റെ അടുത്ത് പറ. നെവിൻ പറഞ്ഞെന്ന് വെച്ചാല് ഞാനവിടെ ഇരിക്കായിരുന്നു എൻ്റെ അടുത്ത്. അപ്പൊ എന്നോട് പറഞ്ഞ് നമ്മൾ ഒരിക്കലും പേഴ്സണലി എടുക്കേണ്ട ആവശ്യമുള്ള ഒരു ഗെയിമും അത് അവിടെ വിടണം. അത് പേഴ്സണലി എടുക്കാൻ നിന്നാൽ അത് വലിയ വലിയ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നമുക്ക് പിടിക്കാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു അതന്നെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു അവിടെ. അതൊരു കാര്യമില്ല. ഓൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പക്ഷെ ആദില ഇവിടെ ഭയങ്കരമായിട്ട് അത് റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എവറിത്തിങ് വേരി ചെയ്തേ. അപ്പൊ ഓൻ പറയണേ അങ്ങനെ ചെയ്താല് ഇപ്പൊ വേരി ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ടാളും കൂടെ ആയിരിക്കും അത് ബാധിക്കാം. അതൊന്ന് കൺട്രോൾ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അവന്റെ ഗെയിമായിക്കൂടെ വിശ്വസിച്ചിട്ടാ ഞാൻ വിശ്വസിച്ചു. പറഞ്ഞതാ. ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. പ്രാവശ്യം ബേബിനോട് എന്നെ പറയുന്നത് എന്നോട് പറയാനുള്ള ഒരു ഇതില്ല. ബേബി ഓനെ വിളിച്ചിട്ട് ഒരു വട്ടം ചോദിക്കുന്നതിന് അല്ല ഓൻ പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷെ തീറ്റോ അത് ബേബിനോട് ഇങ്ങനെ പറഞ്ഞു അതാണെന്ന് ചോദിച്ചിട്ട് എനിക്കങ്ങനെ തോന്നി. അവനൊന്നും അവിടെ എത്തൂല്ല. എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അതെനിക്കറിയാം.
പിന്നെ ഞാൻ ഇതാക്കുമ്പോൾ ബേബി എനിക്ക് സ്പേസ് തരുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ബേബി എനിക്ക് സ്പേസ് തരുന്നുണ്ട്. അതവൻ അങ്ങനെ ആയിക്കൂടെ? ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് നിൽക്കുന്ന രീതിക്കാണ് ഞാൻ നിൽക്കുന്നത്. അതിന് ഒരുത്തനും വന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പം രണ്ട് ബേബി എന്തിനും കാട്ടിയിട്ട് ബേബി തക്കാളിയിൽ അത് കിട്ടിയിട്ട് അത് ഫണ്ടായിട്ടാണെങ്കിൽ ലാലേട്ടൻ അതൊരു വാണിംഗ് തന്നാൽ ബേബിനോട് തമാശക്ക് ഞാൻ പറഞ്ഞല്ലോ എന്തിനാ കാട്ടി നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞെന്താ ബേബി ഇങ്ങനെ കാട്ടി രണ്ടുപേരുടെ പെടുന്നു ഉള്ളതിൽ ഞാൻ ബേബി എന്നോട് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും കൂടി ഇതാവുക. ഞാൻ ബേബിയോട് പ്രാവശ്യമുള്ള അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്തോ ഇല്ലയോ? എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബേബിനോട് നമ്മൾ രണ്ടുപേരും അനുഭവിക്കുക. ഞാൻ ദേഷ്യപ്പെട്ട് പേരോട് പറഞ്ഞിട്ടുണ്ട്. ദേഷ്യപ്പെട്ടല്ല പറഞ്ഞല്ലോ, തമാശക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ബേബി അന്ന് എന്തോ പറഞ്ഞപ്പോൾ രണ്ടുപേരോട് ഇതാകുന്നതെന്ന് ഒരു ഇതിൽ സീരിയസ് ആയിട്ടൊന്ന് പറഞ്ഞു ഓർമ്മ ഒരു കാര്യത്തിന് ഞാൻ എന്നെ വന്നിട്ടൂടില്ല. അത് ഓക്കെ ബേബി കിട്ടാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ ബേബി കാണിക്കുന്നത് ബേബി എക്സ്പ്രസ് ചെയ്യുന്നത് ബേബി ഒരു ഇൻഡിവിജ്വാലിറ്റിയാണ്. അതിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ അതായത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഞാനോട് എണീക്കേണ്ടി നിൽക്കേണ്ടി വന്നാൽ ഇറ്റ്സ് ഓക്കെ. ബേബി എനിക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല. അത് ഇനി ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു കുറ്റമായിട്ട് ബേബിനെ ഇതായി പറയുന്നത് പിന്നെ അവരുടെ എണീപ്പിച്ച് രണ്ടുപേരുടെ ചീത്ത പറയുന്നത് ഫൈൻ. ബേബി എങ്ങനെയാണോ അങ്ങനെ നിന്നാൽ മതി. ഞാൻ അതേ പറയുന്നത്. അല്ലല്ല, ഞാനിവിടെ റെനോട് ഞാനുമായിട്ട് ബേബി അവിടെ തടിച്ചു പോയി. ബേബി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ റെനോട് ഞാൻ ചോദിക്കുന്ന രീതിയില് അതിനൊക്കെ ഒന്നും പറയാനില്ല. ഒന്നാമത് ബേബി പോയിട്ട് എങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ലൈക്ക് ഒരു വ്യക്തത ഇല്ലാത്തത് ഒന്നും പറയുന്നില്ല. ഓര് പറഞ്ഞല്ലേ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ എനിക്ക് ഇനിയാണ് തൂക്കിയിട്ടത് പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞു ഞാൻ തൂക്കിയിട്ടിട്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്തല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടാണോ ക്ലീൻ ചെയ്തത്? ഞങ്ങളവിടെ പറഞ്ഞിട്ടല്ലേ മോള് ക്ലീൻ ചെയ്തതല്ലേ? മോള് ക്ലീൻ ചെയ്യില്ലായിരുന്നല്ലോ. അത് തന്നെയാണ് അവിടെ നീ കണ്ട മുടി ആരായിട്ടത് എന്നുള്ളത്, മുടി ആരാണ് അവിടെ വീണത് എന്നുള്ളത്. അതിലേ നൂറേ മാത്രമായിരുന്നു അവിടെ കിച്ചണിൽ ഉണ്ടായിരുന്നത്. വേറെ എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിച്ച് പറയാനില്ല. നമ്മളതൊക്കെ വളവളാന്ന് പറയുന്നുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് റെലവന്റ്. കുഴപ്പമില്ല.